ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് വിത്ത് അപർണ. ഇപ്പോൾ സമയം ഒരു 6:23 ആയി കേട്ടോ. ഇന്നൊരു വിഷു ഡേ ആണ്. സോ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റായിരുന്നു. അപ്പം അമ്മ വിളിച്ച് താഴെ കൊണ്ടുപോയി കണിയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് റൂമിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നടക്കാനായിട്ട് തുടങ്ങി. ഇന്ന് വളരെ ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു. അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്താണ് സാധാരണ മോർണിംഗ് ആണ് ഞാൻ എൻ്റെ ജേർണലിങ് എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നത് എൻ്റെ ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ. ഹാബിറ്റ് ട്രാക്കർ ഓരോന്നായിട്ട് ഞാൻ ടിക്ക് ചെയ്യുകയാണ്, ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ മൂഡ് ട്രാക്കറാണ് കേട്ടോ കളർ ചെയ്യുന്നത്, ഇന്നലത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ യൂട്യൂബിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ബുക്ക്. എൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെ കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, യൂട്യൂബ് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ സ്പൈറൽ നോട്ടിലാണ് എഴുതുന്നത്. സോ അപ്പോൾ ഈ നോട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജേർണലിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ നേരെ റൂമിലോട്ട് പോവുകയാണ് ഫ്രഷ് ആവാനായിട്ട്. അപ്പോൾ രാവിലത്തെ സ്കിൻ കെയർ ആയിട്ട് ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെത് ഡ്രൈ സ്കിന്നാണ്. ലിബാമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മമ്മാരത്തിൻ്റെ ചെറി ടിൻറ്റിൽ വരുന്ന ഒരു ലിബാമാണ് കേട്ടോ. ഇത് വളരെ ഒരു നല്ല ലിബാമാണ്. സോ നല്ലൊരു ലിബാമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിബാം ഉറപ്പായിട്ടും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലിബാമും കൂടി അപ്ലൈ ചെയ്യുകയാണ്. സൺസ്ക്രീനായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ജോവിസിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് വളരെ ഒരു നല്ല സൺസ്ക്രീനാണ്. നമ്മുടെ SPF 50 PA++ ഒക്കെയാണ്. സോ ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. ബിഗ്നേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അപ്പോൾ ബോഡി ലോഷനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന എൻചാൻഡറിൻ്റെ ഒരു ബോഡി ലോഷനാണ്. അതും കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഞാൻ കയ്യിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സെറമാണ്. അത് 2 പമ്പ് എടുത്തിട്ട് ഞാൻ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഡീറ്റാങ്കിൾ ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനും മാമിയും കൂടി താഴോട്ട് പോയി. പടിയിറങ്ങി താഴോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹാളിൽ ഇങ്ങനെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പം എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് വിളക്കിനടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ദൂരെ നിന്നാണ് കണി കണ്ടത്. അപ്പം ഞാൻ വിളക്കിനടുത്തോട്ടൊന്നും പോകുന്നില്ല, ദൂരെ നിന്നിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ കണി. വിഷുക്കണി കണ്ടോ? അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തകൃതിയായിട്ട് കിച്ചണിൽ നടക്കുന്നുണ്ടായിരുന്നു. ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. എനിക്കിന്ന് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട്സായിട്ട് ആഡ് ചെയ്യുന്നത് ആപ്പിളും ഷമാമും കൂടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ എങ്ങനെയാണോ ഫ്രൂട്ട്സ് അവൈലബിൾ അതേപോലെ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സിനകത്ത് ആഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ആപ്പിളും ഷമാമുമാണ്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ ആ നേരത്തിന് ഞാൻ പുട്ടിനുള്ള തേങ്ങ ചിരകുകയാണ്. അമ്മ ഓൾറെഡി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിനുള്ള തേങ്ങ ഞാൻ തിരുവുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ തിരുവിയതിന് ശേഷം ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്.
അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ വാമിക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ പുട്ടായതുകൊണ്ട് തന്നെ വാമിക്ക് പുട്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൂരവ് കാച്ചുകയാണ് വാമിക്ക് കൊടുക്കാനായിട്ട്. അതിനിടയിൽ കൂടെ ഞാൻ പുട്ടും കൂടെ അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ആവി വരാനായിട്ട് തുടങ്ങി. അപ്പം ഞാനതിനെ എടുക്കുകയാണ്. പുട്ട് ചൂട് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാനതിനെ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അടുത്ത കുറ്റി പുട്ട് നിറയ്ക്കുകയാണ് അടുപ്പിൽ വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. നോർമലി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അച്ഛനൊക്കെ അമ്പലത്തിൽ പോകണം, അച്ഛനും ചേട്ടനൊക്കെ അമ്പലത്തിൽ പോകണം എന്നുള്ളത് കൊണ്ട് അവരൊക്കെ പോകാനായിട്ടുള്ള റെഡിയാവലിൻ്റെ തിരക്കിലാണ്. സോ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇരുന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. കൂടെ വാമിയും കയറി ഇരിപ്പുണ്ട് കേട്ടോ. ആര് ഫുഡ് കഴിക്കാതിരുന്നാലും വാമിക്ക് വന്ന് മടിയിലിരുന്ന് ഇങ്ങനെ അവരോട് ഇരുന്ന് കഴിക്കണം. കഴിക്കത്തൊന്നുമില്ല, ഇങ്ങനെ കളിക്കാനാണ്. അത് കഴിഞ്ഞ് വാമിയെ പല്ല് തേപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വാമിയുടെ ബ്രഷ്. ഒരു കാറിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള ബ്രഷാണ്. അപ്പോൾ ആൾക്ക് പല്ല് തേക്കാൻ വലിയ താല്പര്യമില്ല. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഡെയിലി ചെയ്യണതുകൊണ്ട് ആദ്യമൊക്കെ ഒന്ന് വാ തുറന്ന് തരുമെങ്കിലും പിന്നീട് ആൾ സ്വന്തമായിട്ട് തേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വാമിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ മാമിക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചൺ കുറച്ച് മെസ്സായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കിപ്പറക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൗവിൻ്റെ ടോപ്പ് പോർഷനൊക്കെ റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നന്നായിട്ടൊക്കെ തുടച്ചതിന് ശേഷം തിരിച്ചതിൻ്റെ കമ്പികളൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയുടെ കൗണ്ടർ ടോപ്പ് കൂടെ ക്ലീൻ ചെയ്തിടുകയാണ് തുടച്ച്. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കൂടെ കഴുകി വയ്ക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ കഴുകി മാറ്റുകയാണ്. അപ്പോൾ പാത്രമെല്ലാം കഴുകി തീർന്നതിന് ശേഷം ഞാൻ സിങ്കെല്ലാം നന്നായിട്ട് കഴുകി ഇടുകയാണ്. അടുക്കളയിലെ ജോലികളെല്ലാം തീർന്നതിന് ശേഷം വാമി കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഞാൻ അവളെ രാവിലെയാണ് കുളിപ്പിക്കുന്നത്. ഓക്കെ, മോയ്സ്ചറൈസർ വന്നിട്ട് ഞാൻ വാമിക്ക് യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അറ്റോഗ്ല എന്നാണ് എൻ്റെ പേര്. ഇത് വന്നിട്ട് അവളുടെ പീഡിയാട്രീഷ്യൻ അവൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തൊരു മോയ്സ്ചറൈസറാണ്. വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ അവളുടെ ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അവളുടെ മുഖത്ത് അങ്ങനെ പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഒരു ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മോയ്സ്ചറൈസറിന് നല്ലൊരു മണമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി വാഷ് ചെയ്തത് പറക്കാനുണ്ടായിരുന്നു, ഉണങ്ങാനിട്ടത്. അപ്പോൾ ഞാൻ അതെല്ലാം പറക്കിയെടുക്കുകയാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ രാവിലെ ഇട്ട തുണി വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതും കൂടെ എടുത്ത് വിരിക്കാനിടാമെന്ന് കരുതി കേട്ടോ ഞാൻ. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങായിട്ട് പെട്ടെന്ന് നല്ല പപ്പടം പോലെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റൂം ക്ലീൻ ചെയ്യാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കിവിടെ സദ്യ ഇല്ല. കാരണം ഞങ്ങളിവിടുത്തെ അമ്പലത്തിൽ ഇന്ന് വിഷു സദ്യ ഉണ്ട്. അപ്പം ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൂം ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എല്ലാവരും അമ്പലത്തിൽ പോയാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ ഞാനിന്ന് ഉച്ചത്തെ ഫുഡ് വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. എന്നും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ റൂമിൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്താൽ മതിയായിരുന്നു. മാക്സിമം എല്ലാ ദിവസവും ഞാനിപ്പോൾ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ക്ലീനായിട്ട് റൂം കിടക്കുന്നതാണോ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാനതെന്നും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ച് പില്ലോ ഒക്കെ ഇടുകയാണ്.
അതിനുശേഷം ഞാൻ ബ്ലാങ്കറ്റും കൂടെ മടക്കി വിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ റൂം ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാൽക്കണിയിലോട്ട് പോയിട്ടോ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ നല്ല ശക്തമായ വെയിലായതുകൊണ്ട് ചെടികളൊക്കെ പെട്ടെന്നാണ് കേട്ടോ ഉണങ്ങിപ്പോകുന്നത്, ഒരു തളർന്ന കണക്ക് നിൽക്കുന്നത്. അപ്പം ഞാൻ അവർക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വാമിക്ക് ഞാൻ കുറച്ച് മുന്തിരി കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അവൾക്ക് പൊതുവേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടു നടന്ന് കഴിച്ചോളും. അപ്പോൾ വാമി അത് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ വണ്ടി പുറത്തെടുത്തിട്ടിരുന്നതുകൊണ്ട് നമ്മളിന്ന് കാറിൽ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവാണ് ഞാനും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. കഷ്ടിച്ചൊരു 5 മിനിറ്റേ ഉള്ളൂ നമ്മളത് ആ വീടെത്താറായി. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. ഇതാണ് കേട്ടോ എൻ്റെ വീട് വന്നിട്ട്. അപ്പോൾ വീടെത്തിയത് മാമി വലിയ എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ് കേട്ടോ, കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടി. കുഞ്ഞ മാമിക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. പിന്നെ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ചേട്ടൻ എല്ലാവരെയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ച് പോവുകയാണ് നമ്മളവിടെ ആക്കിയിട്ട്. അപ്പം ഞാൻ വൈകുന്നേരമേ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.